സംഘപരിവാറിന് വിൽക്കാൻ OLX-ലിട്ട് അൺസോൾഡായി കിടക്കുന്ന അലമ്പൻ രാജു പി നായരെ ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ജെയ്സി തോമസ് ഏറിൽ കയറ്റിയത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ജാതിവാൾ തൂക്കി നടക്കുന്ന മതേതര രാജുവിൻ്റെ മൊത്തം അലമ്പാക്കൽ. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ചർച്ച അലമ്പാക്കാനുള്ള അലമ്പൻ രാജുവിൻ്റെ ശ്രമത്തെ പലപ്പോഴും ചില അപ്രിയ സത്യങ്ങൾ കൊണ്ട് നേരിടേണ്ടി വരും. അങ്ങനെയാണ് നിവർത്തികെട്ട് ജെയ്സി തോമസ് ആ കൈപ്പേറിയ കുടുംബരാഷ്ട്രീയ മറുപടി പറഞ്ഞത്. അലമ്പൻ രാജുവിനെ ഒന്ന് നോക്കണം. ചൊറിച്ചിൽ വരുന്നു, ഒരു ഞെളിപിരി വരുന്നു, എന്നിട്ട് വല്ലാത്ത അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നു. ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കും. നിങ്ങൾ വലിയ കാഡർ സംവിധാനവും നിങ്ങൾ വലിയ സംഭവമൊക്കെ ആണല്ലോ. നിങ്ങൾ ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണല്ലോ, നിങ്ങളുടെ കയ്യിലിരുന്ന ഒരു മണ്ഡലമല്ലേ. കോൺഗ്രസ് പ്രതിനിധികളുടെ ആശങ്ക ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ച് അദ്ദേഹം വിലപിക്കുകയാണ്. കോൺഗ്രസ് പ്രതിനിധികളുടെ സത്യസന്ധമായ രാഷ്ട്രീയ വിലാപത്തെ ഹൃദയം പകുത്തു കൊടുക്കുമാർ സ്നേഹവായ്പോട് കൂടെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു. ആ വിലാപത്തിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ ആകെ ആശങ്ക വീണ്ടും സ്ഥാനാർത്ഥി ഇവിടെ എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനൊക്കെ ശേഷം ചേരുന്ന നേതൃയോഗങ്ങളിലൊക്കെ ഒടുവിലാണ് 30-ാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക. 1-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉയർന്ന രാഷ്ട്രീയ അഭിമാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ